നമ്മുടെ മോനെ ഒരു ദിവസം ചെറിയ മോനാ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. ഇവന് ഓട്ടോറിക്ഷയിലാണ് സ്കൂളിലേക്ക് പോവുക. ഒരു ദിവസം ഓട്ടോറിക്ഷ കിട്ടിയില്ല, അപ്പോൾ അവനെ കൊണ്ട് നമ്മുടെ വണ്ടിയിൽ പോവാം. അത് ചെറിയൊരു കാറാണ്, ആ കാറിൽ പോവാം. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്, നല്ല സ്പീഡിൽ പോകണേ, കുറച്ച് വൈകിട്ടുണ്ട്. ആ സമയത്ത് എതിരെ ഒരു ടിപ്പർ ലോറി ഇങ്ങനെ വരുന്നുണ്ട്, ചെറിയ റോഡാണ്. അപ്പോൾ ടിപ്പർ ലോറിക്ക് സൈഡ് കൊടുത്ത് ടിപ്പർ ലോറി ഇങ്ങനെ നമ്മളുടെ സൈഡിലൂടെ പോകുന്ന സമയത്ത് പിന്നെ അവിടെ വേറെ വണ്ടികൾക്കൊന്നും പോകാനുള്ള സ്ഥലമില്ല. ടിപ്പർ ലോറിയുടെ പിറകിൽ നല്ല സ്പീഡിൽ ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു. നമ്മൾ കണ്ടില്ല. ബൈക്ക് നേരെ വന്ന് നമ്മുടെ കാറിനെ ഇടിച്ച് ബൈക്കിലുള്ള 2 ആളുകൾ മറിഞ്ഞു വീണ്. അതൊരു അമ്മയും മോനുമായിരുന്നു. 2 ആളുകൾ മറിഞ്ഞു വീണിട്ട് ആ അമ്മ ഇങ്ങനെ ഉരുണ്ട് പോയി കിടക്കുന്നത് ആ ലോറിയുടെ ടയറിൻ്റെ ഏകദേശം അടുത്താണ്. ലോറി നിർത്തി. നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇതാ കാണുന്നത്. അമ്മ തലയൊക്കെ പൊട്ടി ചോര വരുന്നുണ്ട്. ആളുകൾ അവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി. പിന്നെ ഞാൻ നമ്മുടെ വണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ വണ്ടിയുടെ മുൻഭാഗം മുഴുവൻ പോയിട്ടുണ്ട്. ഇനി അത് നന്നാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അത്രയും അത് ജാമായി കിടക്കുന്നുണ്ട് ടയറിനോടൊക്കെ. അപ്പോൾ യാത്രകളൊക്കെ ഉണ്ട്, അതൊക്കെ മുടങ്ങി, എല്ലാം മുടങ്ങി. അതിങ്ങനെ സങ്കടപ്പെടുത്തുകയാണ് മനസ്സിൽ. പതുക്കെ അതൊക്കെ ആ ജാമൊക്കെ ഇങ്ങനെ പൊട്ടി ശരിയാക്കിയിട്ട് വണ്ടി മെല്ലെ തിരിച്ചു പോരുകയാണ്. സ്കൂളൊക്കെ ക്യാൻസൽ ചെയ്ത് അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ മുഴുവനും വണ്ടി കേടുവന്നല്ലോ എന്നുള്ള ദുഃഖമാണ്. പക്ഷേ ആ സമയത്ത് ഒരു കരച്ചിൽ കേൾക്കാം. ഞാനിങ്ങനെ നോക്കുമ്പോൾ മോന് കരയാ, അവൻ്റെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഇവിടെ ചെന്ന് ഇടിച്ചിട്ടുണ്ട് അവൻ്റെ തലക്ക്. അപ്പോൾ ഞാനവനോട് ചോദിച്ചു, ആശുപത്രിക്ക് പോകണോ മോനെ? പറഞ്ഞു വേണ്ട. വേദനയുണ്ടോ? ഇല്ല. മരുന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് പറ്റിയാലോ? വേണ്ട. മോനൊന്നും വേണ്ട. പിന്നെ എന്തിനാ കരയണത്? വേദന ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ കരയണത് എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അപ്പാ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? അവരുടെ നെറ്റി പൊട്ടിയിട്ട് ചോരയ്ക്ക് വരുന്നുണ്ടല്ലോ. ഞാൻ ചെറുതായി പോയി. എൻ്റെ വണ്ടിയുടെ മുൻഭാഗം പൊട്ടിയതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന എന്നോട് അവൻ്റെ ആരുമല്ലാത്തൊരു അമ്മയുടെ നെറ്റി പൊട്ടിയതിൻ്റെ പേരിൽ കരയുന്ന എൻ്റെ കുട്ടി ഒറ്റ നിമിഷം കൊണ്ട് വലിയൊരു മനുഷ്യനാവുകയും ഞാനൊരു ചെറിയ കുട്ടിയാവുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ആദ്യത്തെ അധ്യാപകർ നമ്മുടെ വാപ്പയും ഉമ്മയുമാണ്. പക്ഷേ അവസാനത്തെ അധ്യാപകർ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ കുട്ടിയുമാണ്.